ഫിലിം ഓക്കെയാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല. ത്രില്ലിംഗ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ഫൈറ്റ് ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു സോങ് എനിക്ക് വളരെ എന്താണ് ഇഷ്ടപ്പെട്ടു. ഓക്കെയാണ്, നല്ല നൈസ് ഫിലിമാണ്. ഓക്കെയാണ്. നമുക്ക് ആദ്യം വിചാരിക്കുന്നൊരു ത്രില്ലിംഗ് അല്ല ലാസ്റ്റ് വരുന്നത്. ആ ഒരു കഥയേ ഉള്ളൂ. നല്ല പെർഫോമൻസ് ആണ്. നാളെ കുറച്ച് കോമഡീസ് ഒക്കെ ഉണ്ട്, ഡയലോഗ്സ് എല്ലാം നല്ല കോമഡീസാണ്. നല്ല ഫിലിമാണ്, ഫാമിലി ഫിലിമാണ്, നൈസാണ്. ഒരു നെഗറ്റീവില്ല. കാരണം ഏറ്റവും നല്ലൊരു പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ പറ്റിയൊരു നായകനാണ് അതുള്ളത്. പിന്നെ നായിക കൊള്ളാം. എല്ലാം പുതുമുഖങ്ങളായതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാർ കാണാൻ വരാത്തതെന്നുള്ളത്. പക്ഷേ എല്ലാവരും ഒന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. തിയേറ്ററിലേക്ക് ആൾ വരണം. ഇങ്ങനത്തെ സിനിമകളും ആൾക്കാർ കാണാൻ വരണമല്ലോ. അതായത് ഇങ്ങനത്തെ ഒരു സിനിമയെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 മണിക്കൂർ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു. അപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ സിനിമ കാണാനായിട്ട്. പറയുന്നവരോട് പറയാനുള്ളത്, കാണാതെ ഇമാജിൻ ചെയ്ത് പറയരുത്. കാര്യം ആ അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം നല്ലതാണ്. കണ്ണിനെന്ന് പറഞ്ഞ കഥാപാത്രം അതിലെന്താ കാര്യം അറിയും? ഈ നമ്മൾ എല്ലാ സ്റ്റാറും നായികമാരായാലും തുടക്കത്തിലേ ഇങ്ങനെ തന്നെയാണ്. ഇവരെ പോലുള്ള നായികമാരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ ഇപ്പോഴും നമ്മളിപ്പോൾ ഈ പറഞ്ഞ നായകന്മാരെ, മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ഒക്കെ പോലുള്ള നായകന്മാർ വയസ്സാവും. അത് കഴിഞ്ഞിട്ട് പുതിയ നായകന്മാർ വരും. അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്ന് വെച്ചിട്ട് ഒരു കൊള്ളാത്ത കഥ നമ്മൾ കൊള്ളുമെന്ന് പറയുമില്ല. കൊള്ളാവുന്ന കഥയായതുകൊണ്ട് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞത്. അതേപോലെ നമ്മളിപ്പോൾ നമ്മുടെ പൈസ പോയിട്ട് മറ്റുള്ളവരുടെ പൈസ പോകണം നമ്മൾ പറയും? ഒരിക്കലും പറയില്ല. കൊള്ളാവുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞത്. എല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായം പറയാം. അതാണ് വേണ്ടത്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. ഇത് അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, സംവിധായകനുണ്ട്, നിർമ്മാതാവുണ്ട്, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ കൊണ്ട് എനിക്ക് പറയാനുള്ളത്. നല്ല മൂവിയായിരുന്നു.